ഹൈക്കോടതിയുടെ സമീപകാല ഇടക്കാല ഉത്തരവ് പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ പൊതു ശൗചാലയങ്ങളായി കണക്കാക്കാൻ കഴിയില്ലെന്നും അവ ഇന്ധനം നിറയ്ക്കാൻ വരുന്ന ഉപഭോക്താക്കൾക്ക് മാത്രമുള്ളതാണെന്നും വ്യക്തമാക്കിയത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ഈ വിധിക്ക് പിന്നിൽ നിയമപരവും സാമൂഹികവും സാമ്പത്തികവുമായ നിരവധി മാനങ്ങളുണ്ട്. അവയെല്ലാം വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ പൊതു ശൗചാലയങ്ങളായി ഉപയോഗിക്കാൻ നിർബന്ധിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പെട്രോളിയം ട്രേഡേഴ്സ് വെൽഫെയർ ആൻഡ് ലീഗൽ സർവീസ് സൊസൈറ്റിയും മറ്റ് 5 പമ്പുടമകളും കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ച് സുപ്രധാനമായ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. സ്വകാര്യ സ്വത്തിനുള്ള അവകാശം പമ്പുടമകൾ സ്വന്തം ചെലവിൽ നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഈ ശുചിമുറികൾ അവരുടെ സ്വകാര്യ സ്വത്തായി കണക്കാക്കപ്പെടണമെന്നതാണ് പ്രധാന വാദം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 300A ഒരു വ്യക്തിക്ക് നിയമപരമായ അധികാരമില്ലാതെ തന്റെ സ്വത്തിൽ നിന്നും ഒഴിവാക്കപ്പെടില്ലെന്ന് വ്യക്തമാകുന്നു. ഈ ശുചിമുറികൾ പമ്പുടമകളുടെ അധീനതയിലുള്ള സ്വകാര്യ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവയുടെ നിർമ്മാണത്തിനും പരിപാലനത്തിനുമുള്ള ചെലവ് പൂർണ്ണമായും ഉടമകളാണ് വഹിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അവയെ പൊതു ഇടങ്ങളായി പ്രഖ്യാപിച്ച് എല്ലാവർക്കും ഉപയോഗിക്കാൻ അനുവാദം നൽകുന്നത് സ്വകാര്യ സ്വത്തിന്റെ മേലുള്ള കടന്നുകയറ്റമായി കണക്കാക്കാം. കൂടാതെ 2002 പെട്രോളിയം ആക്ട്, പെട്രോളിയം റൂൾസ് എന്നിവയിലെ പ്രത്യേക വ്യവസ്ഥകൾ പ്രകാരം ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി പൊതു ടോയ്ലറ്റുകളായി പരിവർത്തനം ചെയ്യാനോ ചിത്രീകരിക്കാനോ അധികാരികൾക്ക് അധികാരമില്ലെന്ന് ഹർജിക്കാർ വാദിച്ചു. ഈ നിയമങ്ങൾ പ്രധാനമായും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സംഭരണം, ഗതാഗതം, വിപണനം എന്നിവയാണ് നിയന്ത്രിക്കുന്നത്. ശുചിമുറികൾ നിർബന്ധമാക്കിയത് ഉപഭോക്താക്കൾക്ക്, അതായത് ഇന്ധനം വാങ്ങാൻ വരുന്നവർക്ക് ഒരു അടിസ്ഥാന സൗകര്യം എന്ന നിലയ്ക്കാണ്. പൊതു ടോയ്ലറ്റുകൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ചോ അവയുടെ ഉപയോഗത്തെക്കുറിച്ചോ ഈ നിയമങ്ങളിൽ വ്യക്തമായ നിർദ്ദേശങ്ങളില്ല. പമ്പുകളിലെ ശുചിമുറികൾ ഇന്ധനം വാങ്ങാൻ വരുന്ന ഉപഭോക്താക്കളുടെ അത്യാവശ്യങ്ങൾക്കായി മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന വാദവും കോടതി അംഗീകരിച്ചു. വലിയ തോതിൽ പൊതുജനം ഇന്ധനം വാങ്ങാത്തവർ പോലും ഈ സൗകര്യം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് പമ്പുടമകൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് ശുചിമുറികളുടെ ശുചിത്വം, പരിപാലനം, സുരക്ഷ എന്നിവയെ പ്രതികൂലമായി ബാധിക്കും. അമിതമായ ഉപയോഗം അറ്റകുറ്റപ്പണികൾക്കുള്ള ചെലവ് വർദ്ധിപ്പിക്കുകയും പലപ്പോഴും വെള്ളത്തിന്റെയും മറ്റ് വിഭവങ്ങളുടെയും ഉപഭോഗം കൂട്ടുകയും ചെയ്യും. ഈ വാദങ്ങൾ പരിഗണിച്ചാണ് കോടതി പമ്പുടമകളുടെ ആവശ്യം അംഗീകരിച്ചതും ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് നിർദ്ദേശിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയതും. ഈ വിധി പെട്രോൾ പമ്പുടമകൾക്ക് ഒരു വലിയ ആശ്വാസമാണെങ്കിലും പൊതുജനങ്ങളിൽ, പ്രത്യേകിച്ചും യാത്രക്കാരിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ശുചിമുറി സൗകര്യം ആവശ്യമുള്ളവരിലും ഇത് ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. ഇന്ത്യയിലെ ഭൂരിഭാഗം നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും പൊതു ശുചിമുറികളുടെ ലഭ്യത ഒരു വലിയ വെല്ലുവിളിയാണ്. സ്വച്ഛ് ഭാരത് മിഷൻ പോലുള്ള പദ്ധതികൾ ശുചിത്വത്തിന് ഊന്നൽ നൽകുന്നുണ്ടെങ്കിലും വേണ്ടത്ര ശുചിമുറികൾ ഇല്ലാത്തത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ സാഹചര്യത്തിൽ പലർക്കും ഒരു ആശ്രയമായിരുന്നു പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ. ഈ വിധി നിലവിൽ വരുന്നതോടെ ദൂരയാത്ര ചെയ്യുന്നവർക്കും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന കുടുംബങ്ങൾക്കും അത്യാവശ്യത്തിന് ശുചിമുറി സൗകര്യം തേടുന്നവർക്കും പുതിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അതുപോലെ പൊതു ശുചിമുറികളുടെ അഭാവം തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തുന്നതിലേക്ക് നയിച്ചേക്കാം. ഇത് ആരോഗ്യപരമായും പാരിസ്ഥിതികമായും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. രോഗങ്ങൾ പടരാനും പരിസരം മലിനമാകാനും ഇത് കാരണമാകും. ശുചിമുറി സൗകര്യങ്ങൾ ലഭ്യമല്ലാത്തത് സ്ത്രീകളുടെയും കുട്ടികളുടെയും യാത്രാനുഭവത്തെ കാര്യമായി ബാധിക്കും. ദീർഘദൂര യാത്രകളിൽ ഇത് വലിയ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും മാനസിക സംഘർഷങ്ങൾക്കും ഇടയാക്കും. കേരളം ഒരു പ്രധാന ടൂറിസം കേന്ദ്രമായതുകൊണ്ട് പൊതു ശുചിമുറികളുടെ ലഭ്യതയില്ലായ്മ ടൂറിസ്റ്റുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇത് സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് ഒരു തിരിച്ചടിയാകാനും സാധ്യതയുണ്ട്. ഹൈക്കോടതിയുടെ ഈ വിധി നിയമപരമായി പമ്പുടമകളുടെ അവകാശങ്ങളെ സാധൂകരിക്കുന്നുണ്ടെങ്കിലും പൊതു ശുചിത്വത്തിന്റെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ആവശ്യമാണ്. ഈ വിഷയത്തിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു സമവായത്തിലെത്തേണ്ടത് അത്യാവശ്യമാണ്. ഹൈക്കോടതി തന്നെ ഈ ഹർജി പരിഗണിക്കുന്നതിനിടെ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷന് പൊതു ശുചിമുറികൾ നിർമ്മിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഇത് പൊതു ശുചിമുറികൾ ലഭ്യമാക്കുക എന്നത് സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പ്രാഥമിക ഉത്തരവാദിത്തമാണെന്നും അടിവരയിടുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ നഗരങ്ങളിലും പ്രധാന പാതയോരങ്ങളിലും ആവശ്യത്തിന് ശുചിമുറികൾ നിർമ്മിക്കുകയും അവ കാര്യക്ഷമമായി പരിപാലിക്കുകയും ചെയ്യണം. പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകകൾ ഈ വിഷയത്തിൽ പരിഗണിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് പെട്രോൾ പമ്പുകളോട് ചേർന്ന് തന്നെ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ശുചിമുറികൾ നിർമ്മിക്കാൻ സർക്കാർ പമ്പുടമകളുമായി സഹകരിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കാം. ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പമ്പുടമകൾക്ക് സർക്കാർ സഹായം നൽകുന്നതിലൂടെ അവർക്ക് സാമ്പത്തിക ബാധ്യത കുറയ്ക്കാം. ലഭ്യമായ പൊതു ശുചിമുറികളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്ന മൊബൈൽ ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കുന്നത് സഹായകമാകും. GPS ഉപയോഗിച്ച് ഏറ്റവും അടുത്തുള്ള ശുചിമുറി കണ്ടെത്താനും
അതിന്റെ നിലവിലെ അവസ്ഥ അറിയാനും ഇത് ഉപകരിക്കും. ശുചിമുറികളുടെ ശരിയായ ഉപയോഗത്തെക്കുറിച്ചും പരിപാലനത്തെക്കുറിച്ചും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നത് ശുചിത്വ നിലവാരം ഉയർത്താൻ സഹായിക്കും. കേരള ഹൈക്കോടതിയുടെ ഈ ഇടക്കാല ഉത്തരവ് പെട്രോൾ പമ്പ് ഉടമകളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം പൊതു ശുചിമുറി സൗകര്യങ്ങളുടെ പ്രാധാന്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇത് കേവലം ഒരു നിയമപരമായ പ്രശ്നം മാത്രമല്ല, അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതയുമായി ബന്ധപ്പെട്ട ഒരു സാമൂഹിക പ്രശ്നം കൂടിയാണ്. ഈ വിഷയത്തിൽ നിയമനിർമ്മാതാക്കളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പമ്പുടമകളും പൊതുജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ച് സുസ്ഥിരവും പ്രായോഗികവുമായ ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവർക്കും മാന്യവും വൃത്തിയുള്ളതുമായ ശുചിമുറി സൗകര്യങ്ങൾ ലഭ്യമാക്കേണ്ടത് ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ കടമയാണ്.